നടക്കണം, എവിടെ പോകണം എന്നൊക്കെയുള്ളത്. അതിനിടയിലേക്ക് അവരെ ചൂഷണം ചെയ്ത് അവരെ ഉപദ്രവിക്കാൻ വരുന്ന ആളുകളാണ് ശരിക്കും കുറ്റക്കാർ. പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ സമൂഹം എന്ന് പറയുന്നത് വാദീനെ പിടിച്ച കുട്ടി എന്ന് പറയുമ്പോൾ അവനിപ്പോൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അമ്മ എനിക്കൊരു സൈക്കിൾ വേണം, അല്ലെങ്കിൽ അമ്മ എനിക്കൊരു ഷൂസ് വേണം, അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ ക്രിക്കറ്റ് ബോൾ ബാറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെന്ന് ആവശ്യപ്പെടേണ്ട ഒരു പ്രായത്തിലുള്ള കുട്ടി അവൻ ഒരു ബലൂണിലേക്ക് നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവനത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു, അത് അവന് വേണം. അങ്ങനെ നമ്മളോട് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും വേണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ വിലയില്ല. പക്ഷേ കുറച്ചും കൂടെ വലുതാവുമ്പോൾ അവരിതൊന്നും ആവശ്യപ്പെടാതിരിക്കുന്ന ഒരു സമയമുണ്ട്. ടോയ്സ് വേണമെന്നൊക്കെ പറഞ്ഞാൽ ആവശ്യപ്പെടാതെ ഒരു പക്വതയിലേക്ക് കിടക്കുന്ന ഒരു സമയത്ത് നമുക്ക് മിസ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ. ഈ കറുത്ത ചരടിൻ്റെ വില തന്നെയായി കിടക്കുന്ന 3 പവനേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഇറിറ്റേഷനാണ്. ആളുടെ സ്വഭാവത്തിൽ പോലും ഭയങ്കര ഒരു വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ ഈ ഒരു സംഭവം ഞങ്ങളെ എത്രത്തോളം മാനസികമായിട്ട് ബാധിച്ചു എന്ന് ചോദിച്ചാൽ വാശിയാണ്, ഭയങ്കര ദേഷ്യമാണ്, കരച്ചിലാണ്, ആള് ഭയങ്കര അവർ എടുത്ത് കാണിക്കുന്നത്. ഇതിനൊക്കെ പിന്നിൽ നമുക്ക് ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവം. നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ഒരു ചെറിയ വിഷമം അതുപോലെ ഒരു വലിയ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ വിഷമം ചെറിയ വിഷമമാണ്. കാരണം നമ്മൾ അത്രയധികം ബാധിക്കുന്ന വിഷമമല്ല. അപ്പം ആദ്യം തന്നെ അത് പറയാം. നമ്മൾ മല കിട്ടിയ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മളവിടെ ഇട്ട കാര്യമാണ്. എന്നിട്ടും പിന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എനിക്ക് പറയേണ്ടി വരുന്നത് നമ്മളുടെ സമൂഹത്തിലെ ആളുകളുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ്. ഞാനിപ്പോൾ വന്നിട്ട് ഇതിനെപ്പറ്റി ആദ്യം ഒന്ന് സംസാരിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് എൻ്റേതായുള്ള വികാരങ്ങൾ ഉണ്ടാവില്ലേ. നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അപ്പം നമ്മൾ ആ ഒരാളുടെ അടുത്ത് നമ്മൾ ക്ഷമിച്ചതിൽ എനിക്കൊരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു പശ്ചാത്താപം എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് ആളെവിടെയെങ്കിലും ജീവിക്കട്ടെ, നല്ലോണം പോയിട്ട് നമുക്ക് നമ്മുടെ സാധനം കിട്ടിയല്ലോ എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 24 ന്യൂസ് വന്ന് അതിൻ്റെ കമൻസൊക്കെ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും നമുക്ക് ക്ഷമിക്കേണ്ട പോലും കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാർ മുഴുവൻ ആ ഒരാളുടെ പുറകെ പോയാൽ നമ്മളവിടെ ഫ്രീ ആവാണ്. നമ്മൾ കേസ് കൊടുത്ത് പ്രതിനെ പിടിച്ചു, അത് നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മളിതിപ്പോൾ ക്ഷമിച്ച് കഴിഞ്ഞപ്പോൾ ഈ മോഷ്ടിച്ച ആളൊക്കെ വെറും പാവം, അവരവരുടെ സാഹചര്യം കൊണ്ട് എടുത്തു പോയത്. നമ്മൾ ഈ വയ്യാത്തൊരു കുട്ടിക്ക് ഗോൾഡ് ഇട്ട് കൊടുത്തു, അതൊക്കെയാണ് ഏറ്റവും വലിയ കുറ്റം. കാര്യം ശരിയാണ്, സ്വർണത്തിന് വിലയുള്ള സമയമാണ്, നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ തിക്കിൻ്റെയും തിരക്കിൻ്റെയും ഇടയിൽ നിന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് ആരും പൊട്ടിച്ചുകൊണ്ട് പോയിട്ടുള്ളതല്ല. അതുപോലെ തന്നെ നമ്മൾ വേറെ എവിടെയും പൂരപ്പറമ്പിൽ പോയപ്പോഴും നമ്മുടെ കയ്യിൽ അങ്ങനെ പൊട്ടിച്ചുകൊണ്ട് പോയിട്ടുള്ളതല്ല. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാലേ, കണ്ണനെയും കൊണ്ട് ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങളില്ല. അത്രയും അധികം ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവാറുണ്ട്. അപ്പം നമ്മളുടെ ഉത്തരവാദിത്തമാണ് അത് സൂക്ഷിക്കുക എന്നുള്ളത്. ഞങ്ങളത് ഇന്ന് വരെ സൂക്ഷിച്ചിട്ടുമുണ്ട്. ഇതെന്ന് പറഞ്ഞത് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെയും അവിടുത്തെ സ്റ്റാഫുകളെയും വിശ്വസിച്ചിട്ട് അവർ താക്കോല് തരാതിരുന്നപ്പോഴും അവർ പറയുന്നുണ്ട് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അവർ നോക്കിക്കോളാം, നമ്മളുടെ റൂം അവർ നോക്കിക്കോളാം, അവിടുത്തെ സാധനങ്ങൾ അവർ നോക്കിക്കോളാം എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പേരിലാണ് നമ്മൾ CT സ്കാൻ എടുക്കാനായിട്ട് ഈ സാധനം നമ്മൾ റൂമിൽ വെച്ച് പോകുന്നത്. അവിടെ നമ്മളൊരു വിശ്വാസം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ സ്ഥാപനത്തിനോടാണെങ്കിലും ഇത്ര വർഷമായിട്ട് നമുക്കവിടെ പരിചയമുള്ള സ്റ്റാഫുകളോടാണെങ്കിലും നമുക്കൊരു വിശ്വാസമുണ്ട്. ഇവിടെ നമുക്ക് ഇല്ലാണ്ടായിരിക്കുന്നത് ഒരു വിശ്വാസവഞ്ചനയാണ്, അല്ലാതെ നമ്മളുടെ ശ്രദ്ധക്കുറവല്ല. നമ്മൾ അപ്പോഴും 100 വാക്ക് അവരുടെ അടുത്ത് പറയുന്നത്. അപ്പം നിങ്ങൾ പലരും വന്ന് പറയുന്നുണ്ട് ആ മാല എടുത്ത് കഴുത്തിലിട്ടൂടെ, അല്ലെങ്കിൽ കൊണ്ടുപോയിക്കൂടെ. കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നിടത്ത് നിന്ന് ഇത് മോഷണം പോവില്ല എന്ന് വല്ല ഉറപ്പ് പറയാൻ പറ്റുമോ? വീട്ടിൽ വെച്ച് പോയിക്കൂടെ എന്ന് പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇത് മോഷണം പോവില്ല എന്ന് നമുക്ക് വല്ല ഉറപ്പ് പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ നമ്മളുടെ ബാഗിൽ ഈ സാധനം വെച്ച് താക്കോല് ചോദിച്ച് പൂട്ടുകയാണെങ്കിൽ സേഫാണ്. അപ്പോൾ അവരാണ് പറഞ്ഞത് ഞങ്ങൾ നോക്കിക്കോളാം, പൂട്ടണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവരിലൊരു വിശ്വാസം അർപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് നമ്മളവർ ശരിക്കും വഞ്ചിച്ച് ചതിച്ചാണിത് എടുത്തിട്ടുള്ളത്. അതെല്ലാ സ്റ്റാഫുകളെല്ലാം ഞാൻ പറയുന്നത്. അതിൽ നിന്ന് ഒരാൾ മതിയല്ലോ. ഇപ്പോൾ 10 ആളുണ്ടെങ്കിൽ അതിലൊരാൾ മോശക്കാരനാണെന്നുണ്ടെങ്കിൽ അത് ഈ 10 പേരെയും ബാധിക്കും, ആ ഒരു പേരുദോഷം. അപ്പം നമ്മളെ ശരിക്കും നമ്മളുടെ ഒരു ശ്രദ്ധ കുറവ് കൊണ്ട് എടുത്തിട്ട് പോയിട്ടുള്ളതല്ല. നമ്മൾ ഈ തിക്കും തിരക്കിൽ നിന്നൊക്കെ നമ്മളുടെ മാല അല്ലെങ്കിൽ നമ്മുടെ സ്വർണ്ണാഭരണങ്ങളും നമ്മുടെ വിലപിടിപ്പുള്ള എന്ത് സാധനവും ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തം മുഴുവൻ നമുക്ക് തന്നെയാണ്, അല്ലേ? ഇത് നമ്മളിപ്പോൾ വിശ്വാസപൂർവ്വം ഒരാളെ ഏൽപ്പിച്ചിട്ട് പോവാണ്, നോക്കിക്കോളോട്ടാന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് അത് മോഷണം പോകുമ്പോൾ അത് നമ്മളുടെ ഒരു ശ്രദ്ധ കുറവെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പിന്നെയെന്ന് പറയുന്നത് ഈ കുട്ടിക്കൊക്കെ ഈ വയ്യാത്ത ഉണ്ണിക്കൊക്കെ എന്തിനും നിങ്ങൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നു എന്നുള്ളത്. അത് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കാൻ നമുക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മളെ ഈ ഒരു സ്ഥാപനത്തിനോടുള്ള ഒരു വിശ്വാസം കൊണ്ടും അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകളോടുള്ളൊരു വിശ്വാസം കൊണ്ടാണ് നമ്മളത് അവിടെ വെച്ച് പോയിട്ടുണ്ടായിരുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ ഒരു വിശ്വാസമില്ലാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് പോകുന്നൊരു ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ അയ്യോ ഇവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണാവോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു
നമുക്കൊരു സംശയമെങ്കിലും ഉണ്ടാവും, വേണോ നമുക്ക് നിർബന്ധം പിടിച്ചാണെങ്കിലും വഴക്കിട്ടാണെങ്കിലും താക്കോല് വാങ്ങണോ എന്നൊക്കെയുള്ളൊരിത് നമുക്ക് തോന്നും. ഞങ്ങൾ പല ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി, എനിക്ക് അലർജിയുള്ള സമയത്ത് നമ്മൾ നിർബന്ധം പിടിച്ചിട്ടായിരുന്നു താക്കോല് മേടിച്ചത്. പക്ഷെ അന്നത്തെ നമ്മുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നില്ല. വായയിൽ അത്രയും പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് CT സ്കാൻ എടുക്കാനൊക്കെ പോകുന്നത്. ആ സമയം നമ്മൾ ഈ സ്റ്റാഫുകളുടെ അടുത്ത് തല്ല് പിടിക്കാൻ നിൽക്കണോ, അതോ വേഗം CT എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അറിയാൻ നിൽക്കണോ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇപ്പം ശരിക്കും നമ്മളുടെ സമൂഹത്തിൽ എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതുപോലുള്ള കുറ്റവാളികളെ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളുടെ ഈ ജനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ആണെങ്കിലും ഞാൻ കണ്ടായിരുന്നു, ഞങ്ങൾക്കും ഇതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ കേസും കാര്യങ്ങളൊന്നും ആയിട്ട് പോയില്ല. എന്തുകൊണ്ടാണ് പോവാത്തത്? എനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ വാദീനെ പ്രതിയാക്കാണ് ആര്? നമ്മുടെ സമൂഹം. ഇപ്പോൾ ഈ മോഷണം പോയിട്ട് ആളുകൾ കേസും വെക്കാനായിട്ട് പോവാത്തത് എന്താ? ആളുകളെല്ലാവരും ചോദിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കാണ്ടല്ലേ പോയേ, അനുഭവിച്ചോ? അങ്ങനെയാണ് ആളുകൾ പറയാം. നമ്മളുടെ മഹാന്മാരായുള്ള ആളുകൾ ഇത്രയും വർഷം മുന്നേ നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ നേടിത്തന്നിട്ടുണ്ട്. നമുക്ക് എവിടെ പോവാനും എന്ത് വസ്ത്രം ധരിക്കാനും എന്തും എവിടെയും സംസാരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്, ഏത് വസ്ത്രം ധരിക്കണം, എങ്ങനെ നടക്കണം, എവിടെ പോകണം എന്നൊക്കെ ഉള്ളത്. അതിനിടയിലേക്ക് അവരെ ചൂഷണം ചെയ്ത് അവരെ ഉപദ്രവിക്കാൻ വരുന്ന ആളുകളാണ് ശരിക്കും കുറ്റക്കാർ. പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ സമൂഹം എന്ന് പറയുന്നത് വാദീനെ പിടിച്ച് പ്രതിയാക്കുകയാണ്. വരുമ്പോഴാണ് നമ്മളുടെ നാട്ടിലൊക്കെ ഇതുപോലെയുള്ള അക്രമങ്ങളൊക്കെ കൂടി വരുന്നത്. ഒരു പ്രതിനെ പിടിച്ചു, ഒരു കുറ്റവാളീനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ കുറ്റവാളീനെയും കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ജനങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പം നമ്മുടെ കേസിലാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഇതിപ്പോൾ ആ ഒരു ലേഡി അത് ചെയ്തു, നമ്മൾ ക്ഷമിച്ചു, ഓക്കെ. പക്ഷേ അവിടെ കുറ്റക്കാരായിട്ട് കാണിക്കുന്നത് നമ്മൾ സ്വർണം ധരിപ്പിച്ച നമ്മൾ മാതാപിതാക്കളെയാണ് അവർ കുറ്റക്കാരായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ എൻ്റെയൊക്കെ സംബന്ധിച്ചിട്ട് എനിക്ക് എൻ്റെ മോന് സാധിപ്പിച്ചു കൊടുക്കാനായിട്ട് 12 വയസ്സായ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അവനിപ്പോൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അമ്മ എനിക്കൊരു സൈക്കിൾ വേണം, അല്ലെങ്കിൽ അമ്മ എനിക്കൊരു ഷൂസ് വേണം, അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ ക്രിക്കറ്റ് ബോൾ ബാറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെന്ന് ആവശ്യപ്പെടേണ്ട ഒരു പ്രായത്തിലുള്ള കുട്ടി അവൻ ഒരു ബലൂണിലേക്ക് നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവനത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു, അത് അവന് വേണം. അങ്ങനെ നമ്മളോട് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞങ്ങളൊരു എന്തെങ്കിലും ഷോപ്പിൽ ചെന്നിട്ട് കാണാൻ ഒരു സാധനത്തിലേക്ക് എന്നെ നോക്കിയിരിക്കുന്നത് കണ്ടാൽ, നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അത്. കാരണം അവനതോടെ എന്തോ ഇഷ്ടം തോന്നിയിട്ടുണ്ടല്ലേ. അതിപ്പോൾ എത്ര വിലപിടിപ്പുള്ള സാധനമാണെങ്കിലും നമ്മളത് വാങ്ങി കൊടുക്കാൻ നോക്കും. കാരണം അവൻ ഇപ്പം കല്യാണിയൊക്കെ ആണെങ്കിൽ നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ ഒന്നും മിണ്ടാണ്ട് ഒന്നും വാങ്ങി തരില്ല, എന്തോ ഒരു സാധനങ്ങൾ അവിടെ നിന്നൊക്കെ വരും. പക്ഷെ കണ്ണനിൽ നിന്ന് നമുക്ക് അവനൊരു സാധനം വേണം, അല്ലെങ്കിൽ ഒരു വാശി പിടിക്കുന്നത്, അതൊക്കെ നമ്മൾക്ക് അത്രയും സ്വപ്നങ്ങളായി നിൽക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾക്ക് ഇപ്പോൾ കല്യാണിക്കുട്ടിക്ക് നമ്മളടുത്ത് അതൊന്നും വേണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ വിലയില്ലേ. പക്ഷേ കുറച്ചും കൂടെ വലുതാവുമ്പോൾ അവരിതൊന്നും ആവശ്യപ്പെടാതിരിക്കുന്ന ഒരു സമയമുണ്ട്. ടോയ്സ് വേണമെന്നൊക്കെ പറഞ്ഞാൽ ആവശ്യപ്പെടാതെ ഒരു പക്വതയിലേക്ക് കിടക്കുന്ന ഒരു സമയത്ത് നമുക്ക് മിസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണിത്. അപ്പം എൻ്റെ മോനെന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവൻ ആവശ്യപ്പെടുന്നില്ല. അവൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ്. ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾക്ക് മൂല്യമുണ്ടോ മൂല്യമില്ല എന്നൊന്നും അവനറിയില്ല. അവനിഷ്ടമാണ് ആഭരണങ്ങൾ ധരിക്കും. ഇപ്പോൾ കയ്യിൽ കിടക്കുന്ന ഒരു കറുത്ത ചെറുടാണെങ്കിൽ പോലും അത് അവൻ്റെ വലിയ സന്തോഷമാണ്. അതിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കേട് വന്നിട്ട് നമ്മളത് അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ആൾക്കത് വിഷമം. ആൾക്ക് ഈ കറുത്ത ചെറുടിൻ്റെ വില തന്നെയായി കിടക്കുന്ന 3 പവനേ ഉള്ളൂ അവൻ്റെ മനസ്സിൽ. നമുക്കേ അറിയുള്ളൂ ഈ കറുത്ത ചെറുടിന് ഈ സ്വർണത്തിനൊക്കെ മൂല്യങ്ങൾ വ്യത്യസ്തമാണെന്നുള്ളത്. അവനതറിയില്ല. അപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും ചിന്തിക്കാനായിട്ട് അവനറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഇമോഷൻസ് ഉണ്ട്. ഇതൊന്നും ഈ പറയുന്ന നാട്ടുകാർക്കും ഒന്നും മനസ്സിലാവില്ല. അത് ചിലപ്പോൾ എന്നെ പോലുള്ള അമ്മമാർക്ക്, അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ രസം വന്നു ഈ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം ഞാൻ അവനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നിരുത്തി ഞാൻ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ ആൾ ഭയങ്കര ഇറിറ്റേഷനാണ്. ആൾക്ക് എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഇറിറ്റേഷനാണ്. ആളുടെ സ്വഭാവത്തിൽ പോലും ഭയങ്കര ഒരു വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ ഈ ഒരു സംഭവം ഞങ്ങളെ എത്രത്തോളം മാനസികമായിട്ട് ബാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടാണ്. എനിക്ക് അല്ലെങ്കിൽ ഞാൻ പറയാമല്ലോ, അതിന് വീഡിയോസൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ വീഡിയോസ് എടുക്കാൻ പോലും ചില സമയങ്ങളിൽ അവൻ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. ഭയങ്കര വാശിയാണ്, ഭയങ്കര ദേഷ്യമാണ്, കരച്ചിലാണ്. ആൾ ഭയങ്കര മൂടിയാണ്. ഇപ്പം ഇന്നലെ ഗുരുവായൂർ പോയ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കളിയും ചിരിയും ഒക്കെ അവൻ്റെ പോയതുപോലെയൊക്കെയാണ്. അപ്പം അവന് മാനസികമായിട്ട് ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് തളർത്തിയിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ ഞങ്ങൾ ആരോടെ ഞങ്ങൾ പറയേണ്ടത്? നമ്മളുടെ മാനസികാവസ്ഥയൊന്നും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. ഉണ്ടാക്കിയുള്ള ഈ ഒരു മാറ്റം ഞങ്ങളെ വീട്ടുകാരെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എല്ലാവർക്കും സ്വർണത്തിൻ്റെ മൂല്യം, അല്ലെങ്കിൽ സ്വർണം അത് ഇത് ഒരു എന്താ പറയുക, പൈസയുടെ ഇതൊക്കെയാണ് എല്ലാവരും എടുത്ത് കാണിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ നമുക്ക് ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്.
പിന്നെ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് ഭാഗം എന്ന് പറയുന്നത് പോലെയാണ് നമ്മളുടെ സമൂഹം നിലനിൽക്കുന്നത്. എല്ലാവരും മനസാക്ഷിയോട് കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നുള്ളത്. എനിക്കിപ്പോൾ നിങ്ങൾ ആരെയും വന്ന് ബോധ്യപ്പെടുത്തണമെന്നില്ലേ, പക്ഷെ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ വന്ന് വെറുതെ ഇങ്ങനെ നിങ്ങളുടെ സമയം പോലും നിങ്ങൾ കളഞ്ഞ് ഇതുപോലെ ടൈപ്പ് ചെയ്തൊക്കെ ഓരോ നെഗറ്റീവ്സ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും സമൂഹത്തിൽ അക്രമങ്ങൾ കൂട്ടുന്നത് നിങ്ങളെപ്പോലെയുള്ള ഓരോ ജനങ്ങളാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ഇവിടെ കണ്ണൂരോ കോഴിക്കോടോ ഒരു കുട്ടി മിസ്സായി, പിന്നെ അത് മരണപ്പെട്ടു എന്നുള്ളതൊക്കെ അറിഞ്ഞു. ആ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് എത്ര ആളുകളെ വന്നിട്ട് അവരുടെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നത്, കുട്ടീനെ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. ഒരു മക്കളുള്ള അല്ലെങ്കിൽ അച്ഛനമ്മമാർ അത് പറയില്ല. കാരണം കല്യാണിക്കുട്ടിക്ക് ഇപ്പോൾ 7 വയസ്സായിട്ടില്ല, 6 വയസ്സായിട്ടുള്ളൂ. അവളെ പോലും ചില സമയങ്ങളിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവിടെ നിൽക്കുകയല്ലോ ഇവിടെ നിൽക്കുകയല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓടണം. ഇപ്പോൾ കണ്ണനെയൊക്കെ എടുത്തിട്ടൊക്കെ ആകുമ്പോൾ എനിക്ക് അവളെ പിന്നാലെ ഓടാൻ പറ്റില്ല. ഞാൻ ചേട്ടനെയാണ് ചേട്ടൻ കൈ പിടിച്ച് നിർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ഒരു 7 വയസ്സൊക്കെ എത്തിയ കുഞ്ഞിനെ പോലും നമുക്ക് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ 10, 14, 15 വയസ്സൊക്കെ എത്തിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ അവരുടെ ഇഷ്ടങ്ങൾക്ക് നടക്കുന്നതാ. അമ്മമാർക്ക് അച്ഛന്മാർക്ക് അവർ തോളത്തിട്ട് നടക്കാൻ പറ്റുമോ? അപ്പോഴും അവിടെ ഈ കുട്ടീനെ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും അപായപ്പെടുത്തിയതാണെങ്കിൽ പോലും അവരൊന്നുമല്ല തെറ്റുകാർ. മാന്യന്മാർ അവരൊക്കെ അച്ഛനും അമ്മയും ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ കുട്ടീനെ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് ഒന്നുമല്ലല്ലോ നഷ്ടം ഉണ്ടായിട്ടുള്ളത്, ഈ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ലേ നഷ്ടം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ മാല പോയ സംഭവമാണെങ്കിൽ പോലും നിങ്ങൾ നാട്ടുകാർക്കൊന്നും ഒരു നഷ്ടം ഉണ്ടായില്ല. ഇപ്പോൾ കണ്ണൻ്റെ ഒരു ക്യാരക്ടർ പോലും മാറിയിരിക്കുകയാണ്. വാശി, ദേഷ്യം അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നില്ല. പക്ഷെ അവനെ മെൻ്റലി അത് ഒരുപാട് തളർത്തി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നടന്ന സമയത്ത് നമ്മൾ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ അതൊരു സംസാരമായിരുന്നു. ഞാനാണെങ്കിൽ ആകെ ഡൗണായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി കാണുന്നതാണ് അവനിഷ്ടം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ അത്രയേ ഉള്ളൂ മോൻ, പക്ഷേ ഞങ്ങളുടെ മോൻ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവനെ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് കുട്ടികളെ സ്നേഹിക്കുന്ന ഓരോ മാതാപിതാക്കളും. അവരുടെ മക്കളെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാമായിരിക്കും. അതുപോലെ ഞങ്ങൾ താഴത്തും തലയിലും വെക്കാണ്ട് കൊണ്ട് നടക്കുന്നതാണ് കണ്ണനെ. അപ്പോൾ അവൻ്റെ ഓരോ പ്രശ്നങ്ങളും നമ്മളെ മാനസികമായിട്ട് അത്രയും തളർത്തുന്നുണ്ട്. ഇപ്പോൾ ഈ മാല കിട്ടി, ഞങ്ങളെന്ന് പറഞ്ഞാൽ വെക്കേഷനൊക്കെ അത്യാവശ്യം എങ്ങടെയെങ്കിലുമൊക്കെ പോകണം, അടിച്ചു പൊളിക്കണം എന്നൊക്കെയുള്ള മാനസികാവസ്ഥയായിരുന്നു. പക്ഷേ കണ്ണന് പുറത്തേക്ക് പോകാൻ പോലും അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പുറത്തേക്ക് പോവുക. പുറത്തേക്ക് ഇപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടുല്ലോ ഗുരുവായൂർ പോയുള്ളത്. ആൾ ഭയങ്കര മൂടി, ഉറക്കം വരിക, ക്ഷീണം, ആ ഒരു ഉഷാറ് പോലും അവൻ്റെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളെ എത്രത്തോളം മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ നാട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ, കൊച്ചിന് അതിട്ട് കൊടുത്തു എന്നുള്ളത്. ഈ സ്വർണം സാധനങ്ങളൊക്കെ ശരിയാണ്, വില കൂടുതലൊക്കെയാണ് എന്ന് വെച്ച് നമുക്ക് നമ്മളുടെ ഇപ്പോൾ നോർമലായിട്ടുള്ളൊരു കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനേക്കാൾ സേഫാണ് നമ്മുടെ മക്കൾക്ക്. നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഓടിച്ചാടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. കണ്ണൻ എന്ന് പറഞ്ഞാൽ എൻ്റെ നെഞ്ചിലെടുക്കുന്ന കുഞ്ഞാണ്. അത്രത്തോളം സേഫായിട്ട് തന്നെയാണ് നമ്മളത് കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇത് നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമ്മളെ ജീവന് പോലും ഒരു വിശ്വാസം അല്ലെങ്കിൽ ഉറപ്പ് തരുന്ന ആൾക്കാരാണ് ആശുപത്രി അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാർ. അവർ നമ്മളെ സ്വത്ത് കാത്തു സൂക്ഷിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. അവിടെ എല്ലാവരും പറയുന്നത് പോലെ നിങ്ങളുടെ പണം സ്വർണ്ണമൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ തന്നെയാണ്. പക്ഷേ ഇവർ നമ്മളുടെ അടുത്തൊരു വാക്ക് പറഞ്ഞു, വാതിലൊന്നും പൂട്ടണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ആ ഒരു വാക്കിൽ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ആ ഒരു വിശ്വാസമാണ് അവിടെ തകർന്നില്ലാണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ഇനി ട്രീറ്റ്മെൻറ്റിന് പോകുന്നില്ല. അവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല ആളുകൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴേ നമ്മളിനി എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടേക്ക് ഇനി പോവുക. ഇതുപോലെ നമ്മൾ എത്ര കാര്യങ്ങൾ അവിടെ കേൾക്കുന്നേ ഹോസ്പിറ്റലിൽ. കുറേ പേര് കേസായിട്ട് പോയിട്ടില്ല, കുറേ പേര് കേസായിട്ട് പോയിട്ടുണ്ട്. മിക്കതും സ്റ്റാഫുകൾ തന്നെയാണ് അവിടുത്തെ ഓരോ കളവുകളും ചെയ്യുന്നതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാഫുകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ധൈര്യത്തിലാണ് പോവുക? നമ്മളെ ജീവൻ പോലും അവരിൽ വിശ്വസിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ചെറിയ ജീവനേക്കാളൊക്കെ വളരെ മൂല്യമുള്ളൂ സ്വർണ്ണത്തിന് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് പോലും അവിടെ ഒരു സേഫ്റ്റി ഇല്ല. അല്ലെങ്കിൽ അവരിപ്പോൾ നമ്മളെ ജീവൻ കാക്കാനുള്ള ഹോസ്പിറ്റലുകാർ നമ്മളെ സ്വർണം കാക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പോയിക്കോളൂ എന്നുള്ളൊരു വാക്ക് നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ അന്ന് അവിടെ നിന്ന് പോയുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളവരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ എത്തി. പോരാതെ ഒരുപാട് മാനസിക വിഷമങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ കണ്ണനോട് കിടന്ന് വാശി പിടിക്കുക എന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന് നിങ്ങളോട് എന്തെങ്കിലും അവൻ്റേതായുള്ള രീതിയിൽ സംസാരിക്കാനോ ഒച്ചുണ്ടാക്കാനോ ഒക്കെ നോക്കിയിരുന്ന് അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം അവനോട് കൊടന്നിരുത്തി. അവൻ വാശിയാണ്, ക്യാമറയ്ക്ക് മുന്നിൽ പോലും വരാൻ അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ തന്നെ മാറി.
അപ്പോൾ അവൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ആകെ വാശി പിടിക്കുക, ദേഷ്യം, ഫുഡ് കഴിക്കാതിരിക്കുക, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് അവൻ മാറി. അപ്പോൾ അതൊക്കെ നമുക്ക് മാത്രം വന്നിട്ടുള്ള നഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാത്രമേ നഷ്ടം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ചെയ്ത കുറ്റവാളിക്ക് പോലും ഒരു നഷ്ടം ഉണ്ടായില്ല. അവരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണു. എല്ലാം കൊണ്ടും നഷ്ടങ്ങൾ നമുക്ക് മാത്രം. പോട്ടെ, അതൊക്കെ പോട്ടെ, നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയില്ല. നമ്മൾ ഇതിനെപ്പറ്റി ആകെ ഒരു കാര്യം ഞാൻ ഇനി വീഡിയോ എല്ലാവരും പറയണ്ടായിരുന്നു. മാല കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് കണഞ്ഞിടിക്കുമ്പോൾ അവൻ്റെ സന്തോഷം ഞാൻ ഇട്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അത് എന്തെങ്കിലും ചെയ്യാം നമുക്ക്. അവനിട്ട് കൊടുക്കുന്നില്ല, കാരണം ഇനി എനിക്ക് കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് അവന് പൂജിച്ച് ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി എടുത്ത് നമ്മൾ ഈ മാലയുടെ കേസ് ഇവിടെ അവസാനിപ്പിക്കുക. വേറെ ഒരു സംസാരം നമുക്കിനി അതിനെ പറ്റിയില്ല, ഉണ്ടാവില്ലായിരുന്നു. ഇതൊക്കെ അന്നത്തെ ലാസ്റ്റ് നമ്മൾ വിഷുവിൻ്റെ അന്ന് എടുത്ത വീഡിയോയിൽ അവസാനിപ്പിക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഇനിയും എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചിട്ടുള്ളത് നമ്മളെ സമൂഹം തന്നെയാണ്. എനിക്ക് കുറച്ചെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം, നമ്മളുടെ ഒരു ഉറക്കം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഞാൻ നിന്നുണ്ടായിരുന്നത്. ഇനിയെങ്കിലും ഈ നെഗറ്റീവ്സ് നിങ്ങൾ പറഞ്ഞോ. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അതിൽ കമൻറ്റ് ബോക്സ് ഓണായിട്ട് കിടക്കുമ്പോൾ നെഗറ്റീവ്സാ പോസിറ്റീവ്സാ എന്താണെങ്കിലും നിങ്ങൾക്ക് വന്ന് പറയാം. പക്ഷേ കാര്യം അറിയാതെ സംസാരിക്കരുത്. പരമാവധി കാര്യം അറിയാതെ സംസാരിക്കാതിരിക്കുക. തുറന്നു പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലെ വിഷമങ്ങൾ പറയുന്നത് പോലെ ചിലപ്പോൾ ഞാൻ അഹങ്കാരിയായി തീരാം. പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് തുറന്ന് പറയണം. നിങ്ങൾ ഓരോരുത്തരും കാരണം ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത് കുറ്റവാളികളുടെ എണ്ണമാണ്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ തന്നെ ഇപ്പോൾ ഇത് ചെയ്ത ലേഡി ഇതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ അവർ വിചാരിക്കുക, കണ്ട ആരും എന്നെ കുറ്റം പറയണമെന്നില്ല, എൻ്റെ സാഹചര്യം കൊണ്ടാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇനി എടുക്കാമല്ലോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. അവരെ പറ്റി ഒരു മോശമായിട്ടും പറയുന്നില്ല. ശരിയാണല്ലോ, ഇവരൊക്കെ എന്തിനാണ് സ്വർണ്ണിട്ട് നടക്കുന്നത്, അവരൊക്കെ സ്വർണ്ണിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ശരി, ഞങ്ങൾക്ക് എടുക്കാമല്ലോ, അങ്ങനെയുള്ള ചിന്താഗതിയാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണെങ്കിൽ ഓരോ അതിക്രമങ്ങൾക്ക് പിന്നിലും നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. കുറ്റം ചെയ്യാത്ത ആളുകളെ സപ്പോർട്ട് ചെയ്യാതെ ഇതുപോലെ കുറ്റം ചെയ്യുന്ന കുറ്റവാളികളെ മാത്രം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ സമൂഹത്തിൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടാനായിട്ടുള്ള ചാൻസാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ നാട് തന്നെ രക്ഷപ്പെടും കേട്ടോ. അതൊക്കെ പോട്ടെ, ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. എനിക്ക് ഇതൊന്നും വന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത്രയും ഒരു വിഷമത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ സന്തോഷത്തിലേക്ക് കിടക്കാം. കുറേ നാളുകളായിട്ട് കാത്തിരുന്നിട്ടുള്ള എൻ്റെ രണ്ടാമത്തെ പുസ്തകമായ സ്നേഹപൂർവ്വം എനിക്കായി ഇന്നലെയല്ല, വിഷുവിൻ്റെ പിറ്റേ ദിവസം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പുസ്തകം, സ്നേഹപൂർവ്വം എനിക്കായി. അത്യാവശ്യം ഒരു വലിയ പുസ്തകം തന്നെയാണ്, 100-200 പേജൊക്കെ വരുന്നൊരു പുസ്തകം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രകാശനം വൈകാതെ തന്നെ ഉണ്ടാവും. എല്ലാവരും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു മാല പോയ സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ചിലപ്പോൾ ഒരു പരീക്ഷണം മാത്രമായിരിക്കാം, ഈ ഒരു വിഷമത്തിൻ്റെ പുറകിൽ വലിയൊരു സന്തോഷ സ്വാധീനം കാത്തു നിൽക്കുന്നുണ്ടാവുമെന്ന്. അപ്പോൾ ഇതിങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് പ്രിൻറ്റ് കിട്ടാനായിട്ട് ഓരോരോ തിരക്കുകളായിരുന്നു, ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് പ്രിൻറ്റ് അത്യാവശ്യം കുറച്ച് കോപ്പികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിൻറ്റ് നമുക്ക് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷമങ്ങൾക്കൊക്കെ ഒടുവിൽ എൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ രണ്ടാമത്തെ പുസ്തകമായിട്ടുള്ള സ്നേഹപൂർവ്വം എനിക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രകാശനം വൈകാണ്ട് തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ കണ്ണൻ്റെ ഞാൻ കുറച്ച് സ്പീഡായി പോകുന്നുണ്ട് സംസാരം, കാരണം ഞാൻ ഭയങ്കര ഇമോഷണലായി പോകുന്നുണ്ട് പല കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ. എന്നും ഓരോ പ്രശ്നങ്ങൾ മാത്രം, കുറ്റപ്പെടുത്തലുകൾ മാത്രം. ഞാൻ എൻ്റെ ഓർമ്മയിൽ അല്ലെങ്കിൽ അറിവിൽ ഞാൻ ആരോടും ഒരു ദ്രോഹം ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ഒരു കാര്യത്തിലാണെങ്കിൽ പോലും എനിക്ക് വേണമെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷേ വേണ്ട, എന്തിനാണ് നമ്മൾ ഒരാളെ ദ്രോഹിക്കുന്നത്? അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരാളെ ദ്രോഹിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും വിഷമങ്ങളും മാത്രമാകുമ്പോഴേ നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് ഡൗൺ ആയി പോവാണ്. അപ്പോൾ കണ്ണൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ദിവസത്തേക്കൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ പ്രകാശനം വിചാരിച്ചിട്ടുള്ളത്. ചിലപ്പോൾ എന്തായാലും മെയ് 5 തന്നെയായിരിക്കും ഇതിൻ്റെ പ്രകാശനം ഉണ്ടാവുക. നിങ്ങളെല്ലാവരും വരണം. ഒന്നും കൂടി ഞാൻ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ വീഡിയോസിൽ പറയാം. പക്ഷേ എല്ലാവരും ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും ഇപ്പോൾ ഈ 3 ലക്ഷം ആളുകൾ വരണം എന്നല്ല, എന്നാലും നമ്മുടെ അടുത്ത് നിൽക്കുന്ന എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം. വരുന്നവർ എന്നെ അറിയിക്കും വേണം കേട്ടോ. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് എന്നെ അറിയിക്കും വേണം വരുന്നവർ. എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ നമ്മുടെ ചാനലിൽ തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്നെ അറിയിക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ പുസ്തകം. ഭയങ്കര സന്തോഷമായിട്ട് അത് എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയപ്പോൾ. കാരണം നമ്മൾ കഴിഞ്ഞ പുസ്തകം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുസ്തകമായിരുന്നു, അത് എൻ്റെ ഒരു സ്റ്റോറി ആയിരുന്നു. പക്ഷെ ദൈവം ഞാനിങ്ങനെ എഴുതുന്നത് കൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുക. എനിക്കൊരു 32 വയസ്സാണ് എൻ്റെ പ്രായം. സത്യം പറഞ്ഞ ഒരു 50 വയസ്സിനേക്കാളും കൂടുതൽ അനുഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പല സിറ്റുവേഷനിൽ കൂടെ ആണെങ്കിലും ആശുപത്രി പല കാര്യങ്ങളിലൂടെ ഞാനിങ്ങനെ എനിക്ക് ഈശ്വരനായിട്ട് എൻ്റെ കണ്ടൻറ്റുകൾ എൻ്റെ ലൈഫിൽ നിന്ന് ഉണ്ടാക്കി തരുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തെങ്കിലും ആവട്ടെ,
അതാണ് ഞാൻ പറയുന്നത്, ഒരു വിഷമം ഒരു സന്തോഷത്തിന് വഴി കാട്ടുമായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ എല്ലാവരും വരിക, ഡേറ്റൊക്കെ ഞാൻ അറിയിക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ കണ്ണനെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷേ കണ്ണൻ ആ കലമ്പാണ്. എല്ലാവരും അതൊന്ന് പ്രാർത്ഥിക്കുക. അവൻ മാനസികമായിട്ട് എന്തോ അവൻ ഡൗൺ ആയിട്ടുണ്ട്. അത് ഞാൻ ഡൗൺ ആയത് കണ്ടത് കൊണ്ടായിരിക്കാം. ആളൊന്നിനും സഹകരിക്കുന്നില്ല. ഭയങ്കര വാശിയാണ്, ഫുഡ് കഴിക്കാൻ ഭയങ്കര വാശിയാണ്. വെറുതെ ഇപ്പോൾ ഇവിടെ ആയത് കാരണം കുഴപ്പമില്ല. ഞാൻ ചേലൂരാണ് കേട്ടോ, വീട്ടിലാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്ന അവൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അത് ഈ ഒരു മലയുടെ സംഭവം ഉണ്ടായതിന് ശേഷമാണ് അവൻ്റെ ക്യാരക്ടർ തന്നെ മാറിപ്പോയി എന്ന് പറയാം. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കളിയും ചിരിയും മാത്രമായിട്ട് നിങ്ങൾ കണ്ടുള്ള കണ്ണൻ ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് അവനിൽ വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ആവും തന്നെ വിചാരിക്കുക അല്ലേ. എല്ലാവരെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എന്നും ഉണ്ടാവുക കൂടെ.